ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ 3rd ഡേ വ്ളോഗാണ്. എന്ന് വെച്ചാൽ ലാസ്റ്റ് വ്ളോഗാണ് കേട്ടോ. ഇന്ന് ഞാൻ കിച്ചണാണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ കിച്ചണിൽ ഞാൻ ഭക്ഷണമൊക്കെ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ഉള്ള കാര്യങ്ങളാണ്. കിച്ചൺ ക്ലീൻ ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു, അതിന് ശേഷം എങ്ങനെയാണ് എന്നുള്ളതാണ് നിങ്ങൾ ഇത്രയും നേരം കണ്ടത്. ഇപ്പോൾ ഞാൻ കൗണ്ടർ ടോപ്പിൻ്റെ പുറത്തുള്ള സാധനങ്ങളൊക്കെ ആദ്യം എടുത്ത് മാറ്റുകയാണ്. രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കലും പാത്രം കഴുകലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവസാനമായിട്ട് കഴുകി വെച്ച പാത്രങ്ങളും കൂടെ എടുത്ത് മാറ്റിയ ശേഷം നമുക്കിനി ക്ലീനിങ്ങിലേക്ക് പോകാം. എപ്പോഴും ക്ലീൻ ചെയ്യുമ്പോൾ ടോപ്പിൽ നിന്ന് തുടങ്ങണമെന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ആദ്യം എക്സോസ്റ്റർ ഫാനാണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ അതിൽ കുറച്ച് പൊടി ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം പൊടിയൊക്കെ തട്ടി തുടച്ച് കളഞ്ഞതിന് ശേഷമാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മളുണ്ടാക്കിയ ക്ലീനിങ് ലിക്വിഡ് ഉണ്ടല്ലോ, അതൊന്ന് സ്പ്രേ ചെയ്തിട്ട് തുടച്ചെടുത്തത്. ക്ലീനിങ് ലിക്വിഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാണാൻ താല്പര്യമുള്ളവർക്ക് കഴിഞ്ഞ വീഡിയോ ഒന്ന് പോയി കണ്ടു നോക്കാം. ഇനി ഞാൻ കബോർഡിൻ്റെ അകത്തും പുറത്തുമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റുകയാണ്. ഈ സൈഡിലുള്ള ജനൽ നമുക്ക് അധികം തുറന്നിടാൻ പറ്റില്ലേ, ആ സൈഡിലാണ് അശ കെട്ടിയിരിക്കുന്നത്. അതിൽ തട്ടി അങ്ങനെ നിൽക്കും. ജനാലേക്ക് ചെറുതായിട്ടൊന്ന് തുറന്നിട്ട ശേഷം മാറാലയും പൊടിയൊക്കെ ഒന്ന് തട്ടിയെടുക്കുകയാണ്. കബോർഡിൻ്റെ അകത്തും ചുവരിലും ഒക്കെ ഉള്ള മാറാല ഞാൻ ഈ ബ്രഷ് വെച്ചാണ് തട്ടിയെടുക്കുന്നത്. ഞാനിവിടെ വിറകടുപ്പ് കത്തിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളെ ബൾബുകളും പിന്നെ ചുവരും ഒക്കെ ചെറുതായിട്ട് കരി പിടിച്ചൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ മോപ്പ് വെച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കുകയാണ്. ചുവരി തുടച്ചു കഴിഞ്ഞിട്ട് അടുത്ത് എനിക്ക് കയ്യെത്താത്തതായിട്ട് മുകളിലത്തെ കബോർഡുകളുണ്ട്. അതും ഞാൻ ഈ മോപ്പ് വെച്ച് തന്നെയാണ് തുടച്ചെടുക്കുന്നത്. വർഷത്തിലൊരിക്കലെങ്കിലും ഞാൻ ഈ കിച്ചണിലെ ചുവരുകൾ തുടച്ചെടുക്കാറുണ്ട്. കബോർഡുകളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു നനഞ്ഞ തുണി വെച്ച് തുടച്ചു കൊടുക്കുന്നുണ്ട്. നനഞ്ഞ തുണി വെച്ച് തുടച്ചതിന് ശേഷം ഒരു ഉണങ്ങിയ തുണിയും കൂടെ വെച്ച് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. തടിയിലുള്ളതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചിതറെടുക്കാനും ചീത്തയായി പോകാനും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഉണങ്ങിയ തുണിയും കൂടെ വെച്ച് തുടയ്ക്കുന്നത്. ആഴ്ചയിലൊരിക്കലെങ്കിലും ഈ പുറമേയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് തുടച്ച് പോവുകയാണെങ്കിൽ നമുക്ക് കിച്ചണിൽ അധികം അഴുക്ക് ഉണ്ടാവില്ല. മാത്രമല്ല ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ സമയത്ത് നമുക്ക് കുറച്ചുകൂടെ അതൊരു എളുപ്പമായിരിക്കും. ഇപ്പോൾ ഞാൻ ഉണങ്ങിയ തുണി വെച്ചാണ് അവിടെ തുടയ്ക്കുന്നത്. ആ സൈഡിലെ കബോർഡ് തുടച്ചതിന് ശേഷം ഇപ്പുറത്തെ സൈഡിൽ ഒരു കബോർഡുണ്ട്, അവിടെയും കൂടെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. ഇതുപോലെ തന്നെ സ്പ്രേ ചെയ്തതിന് ശേഷം ഒരു നനഞ്ഞ തുണി വെച്ച് ആ ഭാഗങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. എന്നിട്ട് ഒരു ഉണങ്ങിയ തുണിയും കൂടെ വെച്ച് നനവൊക്കെ ഒന്ന് തുടച്ചെടുക്കും. ആദ്യമേ തന്നെ പൊടിയെല്ലാം തട്ടിക്കളഞ്ഞതുകൊണ്ട് തന്നെ എല്ലാ ഭാഗവും ഇനി ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി. കൂടുതലും പൊടിയും മാറാലയൊക്കെ ഉണ്ടാകുന്നത് നമ്മുടെ ജനാലകളിലാണ്. ഏറ്റവും തുടയ്ക്കാൻ പാടും ആ ജനാലകൾ തന്നെയാണ്. അഴികൾ ഉള്ളതുകൊണ്ട് തന്നെ എപ്പോഴും ജനാലകൾ തുടയ്ക്കാൻ ഒരു മടി തോന്നും. ജനൽ കമ്പികളൊക്കെ തുടച്ചതിന് ശേഷം ആ ഡോറും കൂടെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ജനലിൻ്റെ പടിയിൽ ഞാൻ ചില സമയത്തൊക്കെ സാധനങ്ങൾ കൊണ്ടുവയ്ക്കാറുണ്ട് കേട്ടോ. അതൊരു ഭംഗിയില്ലായ്മയാണ്. പിന്നെ ഒരു സാധനം വയ്ക്കുമ്പം തന്നെ വീണ്ടും അതിൻ്റെ അടുത്ത് വേറെ വേറെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ വയ്ക്കും. ഇനി ജനാലയുടെ പടിയും കൂടെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. ഇനി നമ്മുടെ അടുപ്പും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യുകയാണ്. ഞാൻ സോപ്പിട്ടാണ് അതിൻ്റെ പുറമൊക്കെ ഒന്ന് തേച്ചെടുക്കുന്നത്. സോപ്പിട്ട് നല്ലവണ്ണം ഒന്ന് തേച്ചെടുത്തതിന് ശേഷം ഒരു നനഞ്ഞ തുണി വെച്ച് തുടച്ചിട്ട് പിന്നെ ഒരു ഉണങ്ങിയ തുണിയും കൂടെ വെച്ച് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി കൗണ്ടർ ടോപ്പിൻ്റെ പുറവും ആ ചുമരും ഒക്കെ ഒന്ന് തുടച്ച് കഴിഞ്ഞാൽ മുകൾ ഭാഗം കംപ്ലീറ്റ് ആവും. അടുപ്പിൻ്റെ പുറകുവശത്തുള്ള ചുവര് ഞാൻ എല്ലാ ദിവസവും തുടച്ചെടുക്കുന്നതാണ്. ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ഉള്ള അഴുക്കും എണ്ണയും ഒക്കെ വീണ് അവിടെ എപ്പോഴും വൃത്തികേടായിട്ട് കിടക്കും. അവിടെ തുടച്ചില്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും കറയായിട്ട് ഉണ്ടാവും. സിങ്കിൻ്റെ അകവും ഞാൻ സോപ്പിട്ട് തന്നെയാണ് തേച്ച് കഴുകുന്നത്.
പാത്രം കഴുകിയ സമയത്ത് ഞാൻ ഒന്ന് നല്ലോണം തേച്ച് കഴുകിയതാണ്. പിന്നെ ഞാൻ ഇപ്പോൾ പൊടിയൊക്കെ തട്ടിയപ്പോഴത്തേക്കും അതിൻ്റെ അകത്തൊക്കെ വീണിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ലോണം ഒന്ന് തേച്ച് കഴുകി വൈപ്പ് ചെയ്തെടുത്തു. മുകൾ ഭാഗത്തെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഇനി കൗണ്ടർ ടോപ്പിൻ്റെ അടിവശമാണ് ക്ലീൻ ചെയ്യാനുള്ളത്. അപ്പോൾ അവിടെ കബോർഡുകളുണ്ട്. വർഷം കുറേ ആയതുകൊണ്ടായിരിക്കാം ഞങ്ങളുടെ ഇവിടെ കബോർഡിൻ്റെ ഡോറുകളെല്ലാം ഇങ്ങനെ ഇളകിയിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ അടുത്തിങ്ങനെ മാറ്റി വെച്ചേക്കുവാണ്. താഴ്വശത്ത് നമ്മളിങ്ങനെ സിമൻറ്റും മണലും കൂടെ അങ്ങനെ തേച്ചിട്ടിട്ടേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ പൊടിയായിട്ട് ഇങ്ങനെ ഒരുപാട് ഇളകി വരുന്നത്. അതിൻ്റെ അകത്ത് പേപ്പർ എന്തെങ്കിലും ഇട്ടിട്ടാണ് ഞാൻ സാധനങ്ങളൊക്കെ പറക്കി വെക്കാറുള്ളത്. കബോർഡിൻ്റെ ഡോറുകളെല്ലാം ഞാൻ നല്ലോണം ഒന്ന് തുടച്ചെടുക്കുകയാണ്. അങ്ങനെ എൻ്റെ ക്ലീനിങ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി തറയും കൂടെ തുടച്ചെടുത്താൽ മതി. ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഞാൻ പിന്നെ താഴ്വശമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി നിന്നത് കേട്ടോ. ഇനി എല്ലാ സാധനങ്ങളും തിരികെ പറക്കി വയ്ക്കണം. അപ്പോൾ അതും കൂടെ കഴിഞ്ഞാൽ സമാധാനമായി. ഇപ്പം ഞാൻ എല്ലാ സാധനങ്ങളും തിരികെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ബൈ.